നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സാന്റോസിൻ്റെ പുതിയ കോച്ച് ആരായിരിക്കും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിടുന്നു ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ. സാന്റോസ് അവരുടെ നിലവിലെ കോച്ചായിരുന്ന പോർച്ചുഗീസ് കോച്ച് പെഡ്രോ കൈസീഞ്ഞയെ ടീമിൻ്റെ മോശം പ്രകടനം കാരണം കഴിഞ്ഞ ആഴ്ചയാണ് സാക്ക് ചെയ്തത്. പകരം ആരെന്നതായിരുന്നു ചോദ്യം. കഴിഞ്ഞ മത്സരം ബ്രാഗന്റിനെതിരെയുള്ള കളിയിൽ സെസാർ സാംബായോ, മുൻ ബ്രസീലിയൻ താരം, അദ്ദേഹമാണ് ഇൻട്രീം കോച്ചായിട്ട് സാന്റോസിനെ നയിച്ചത്. പക്ഷേ ഇനി പെർമനന്റ് കോച്ച് വരുന്നു. മറ്റാരുമല്ല, ടിറ്റയുടെ മുൻ അസിസ്റ്റന്റ് ആയിരുന്ന ക്ലബർ സേവിയറാണ് കോച്ചായിട്ട് വരുന്നത്. മാത്രമല്ല, ടിറ്റയുടെ മകൻ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ മകൻ റയലിൽ അസിസ്റ്റന്റ് കോച്ചാവുന്ന പോലെ അങ്ങനെ തന്നെയാണ് ടിറ്റ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം മാത്യൂസ് ബാച്ചി ഈ ഒരു ടീമിനോടൊപ്പം ചേരുന്നു, കോച്ചിങ് സ്റ്റാഫിൽ ചേരുന്നു. അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് കോച്ച് ഫാബിയോ മഷഡിയാനും കൂടി ഇവിടെ ചേരുകയാണ്. സോ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇവരൊക്കെ ടിറ്റയുടെ കീഴിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ പരിശീലിപ്പിച്ചിട്ടുള്ളവരാണ്. നെയ്മറെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ്. അവരെയാണ് ഇപ്പോൾ സാന്റോസ് കോച്ചുമാരാക്കി വെക്കുന്നത്. ഇതിൽ ടിറ്റ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ. അദ്ദേഹത്തിന് വേണ്ടി സൗദി അറേബ്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ടായിരുന്നു. ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ട വാർത്തകളാണത്. കൊറിന്ത്യൻസ് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ നോക്കുന്നു, അദ്ദേഹത്തിന് ഓഫർ കൊടുത്തു എന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ഒടുവിൽ തീരുമാനിച്ചു ഒരു ബ്രേക്ക് എടുക്കാം. മെൻ്റൽ ഹെൽത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോച്ചിങ് സ്റ്റാഫിനെയൊക്കെ അദ്ദേഹം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ മറ്റ് ജോബ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ക്ലബർ സേവിയറിൻ്റെ കാര്യത്തിൽ 1 വർഷം മുമ്പേ അദ്ദേഹം ടിറ്റയുടെ ടീമിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമാണ് ടിറ്റയുടെ മകൻ അടക്കമുള്ളവർ ഇവിടെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവർ സാന്റോസിൻ്റെ കോച്ചുമാരായിട്ട് വരുന്നത്. വിശദവിവരങ്ങളിലേക്ക് പോയാൽ, സാന്റോസ് ക്ലബർ സേവിയറെ സൈൻ ചെയ്യുന്നു, കോച്ചായിട്ട് സൈൻ ചെയ്യുന്നു. മാത്യൂസ് ബാച്ചി, ടിറ്റയുടെ മകന്, അസിസ്റ്റന്റ് കോച്ചാക്കി വെക്കുന്നു. അധികം വൈകാതെ ഇത് അനൗൺസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെസാർ സാംബായോ അവിടെ തുടരും, അവരുടെ പെർമനന്റ് കോച്ചിങ് സ്റ്റാഫിൽ തുടരുക തന്നെ ചെയ്യും. ക്ലബറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ വർഷം അവസാനം വരെ ആയിരിക്കും ഉണ്ടാവുക. ലോ ടെർമിനേഷൻ ഫീ ആയിരിക്കും ഉണ്ടാവുക. കോപ്പ ഡു ബ്രസീൽ മത്സരത്തോടു കൂടി അദ്ദേഹം കാര്യങ്ങൾ ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ടിറ്റയുടെ കൂടെ ഉണ്ടായിരുന്ന സെയിം കോച്ചിങ് സ്റ്റാഫിനെ വെക്കാനാണ് ഇവിടെ ശ്രമം നടത്തുന്നത്. ബ്രസീൽ കോച്ച് എന്തായാലും, മുൻ ബ്രസീൽ കോച്ച് എന്തായാലും ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ക്ലബറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 1 വർഷം മുമ്പ് തന്നെ ടിറ്റയിൽ നിന്ന് വിട്ടുപോയതാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ ഗ്ലോബോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിറ്റ്നസ് കോച്ചായിട്ടുള്ള ഫാബിയോ മഷഡിയാൻ ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യും. ഈ 3 പ്രൊഫഷണൽസും നെയ്മറുടെ ഫിസിക്കൽ കാര്യങ്ങളിൽ എക്സ്റ്റെൻസീവ് നോളജ് ഉള്ളവരാണ്. നെയ്മറുടെ ഫിസിക്കൽ, ടെക്നിക്കൽ, ടാക്ടിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്. അത് തീർച്ചയായിട്ടും സാന്റോസിന് ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.